നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മലപ്പുറം പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ച കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. പന്തലൂർ സ്വദേശി മൊയ്തീൻ കുട്ടിയുടെ മരണകാരണം ഹൃദയാഘാതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകളോ മുറിവുകളോ കണ്ടെത്താനായില്ല. മൽപ്പിടുത്തം നടന്നതിന്റെ തെളിവുകളും മൃതദേഹത്തിലില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഇന്നലെയാണ് ഈ മൊയ്തീൻ കുട്ടിയുടെ മരണവിവരം വരുന്നത്. പിന്നീട് ഈ സ്റ്റേഷന് മുന്നിൽ വലിയ പ്രതിഷേധം, പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. നാട്ടുകാരും ബന്ധുക്കളും ഇത് പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തെ തുടർന്നുള്ള മരണമാണെന്ന് ആരോപണം ഉന്നയിക്കുന്നു. ഒടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലീസിന്റെ വാദങ്ങൾ ശരിവെക്കുകയാണോ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്? അതായത് ഈ കസ്റ്റഡി മരണമല്ല, ഹൃദയാഘാതം മൂലമുള്ള മരണമാണ് എന്നാണോ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാക്കുന്നത്? ടോം, നമുക്ക് ഇന്നലെ വൈകുന്നേരമാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദാംശങ്ങൾ അറിയാൻ കഴിഞ്ഞത്. മരണകാരണം ഹൃദയാഘാതം തന്നെയാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നുണ്ട്. അതിലുപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റതിന്റെ അടയാളങ്ങളോ പാടുകളോ ഇയാളുടെ ശരീരത്തിൽ ഇല്ല എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമികമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇദ്ദേഹത്തിന് ഈ മൊയ്തീൻ കുട്ടിക്ക് ഹൃദയാഘാതം സംഭവിച്ചതും അതിനുശേഷം ആശുപത്രിയിൽ കൊണ്ടുപോയതും കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. പക്ഷേ അതിനു മുൻപ് ഈ കുഴഞ്ഞു വീഴുന്നതിന് മുൻപ് ഇയാൾക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് എന്നായിരുന്നു ഈ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ആക്ഷേപം. എന്നാൽ ഈ ഒരു കാര്യത്തിൽ പോലീസ് മർദ്ദിച്ചതിന്റെ അടയാളങ്ങൾ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ലഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട 2 സിവിൽ പോലീസ് ഓഫീസർമാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം ഒരു ഹൃദ്രോഗിയാണ്. ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം അവിടെ നിന്നും ഈ പോലീസുകാരുടെ ഭാഗത്തുണ്ടായ പെരുമാറ്റമോ മറ്റ് അത്തരത്തിൽ റൂഡായിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ആയിരിക്കാം ഇദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം കൂടാനും അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടാനും അതുവഴി ഹൃദയാഘാതത്തിലേക്കും വഴിവെച്ചത് എന്ന് വേണം നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം ഡോക്ടർ പറഞ്ഞത് എപ്പോൾ വേണമെങ്കിലും ഹൃദയാഘാതം സംഭവിക്കാവുന്ന ഒരവസ്ഥയായിരുന്നു മൊയ്തീൻ കുട്ടി. അത്രമാത്രം ദുർബലമായ ഒരു ഹൃദയമായിരുന്നു ഇദ്ദേഹത്തിൻ്റേത്. 20% പമ്പിംഗ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ 3 വാൾവുകളിൽ 2 എണ്ണം ബ്ലോക്ക്ഡ് ആയിരുന്നു. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന എന്തെങ്കിലും മോശം അനുഭവങ്ങളായിരിക്കും അദ്ദേഹത്തെ ഹൃദയാഘാതത്തിലേക്ക് നയിച്ചത് എന്ന് വേണം കരുതാൻ. എന്താണെങ്കിലും അതേക്കുറിച്ച് വിശദമായിട്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം മജിസ്ട്രിയൽ എൻക്വയറി നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നാട്ടുകാരും ഈ ബന്ധുക്കളും ഉന്നയിച്ച ആക്ഷേപത്തിന് അന്വേഷണം ഉത്തരവിട്ടും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തും പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ്സാണ് ഈ ഒരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. കോൺഗ്രസ് ഈ ഒരു നടപടിയിൽ തൃപ്തരാണ്. ബന്ധുക്കളുടെ റിയാക്ഷൻ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം ആയിരിക്കാം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അദ്ദേഹത്തിന്റെ ഖബറടക്കം എല്ലാം കഴിഞ്ഞത്. അതായത് ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ട് ബന്ധുക്കളും നാട്ടുകാരും രംഗത്തെത്തുന്നത്. കസ്റ്റഡി മരണമാണ്, പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത്തരം ഒരു മർദ്ദനമേറ്റ പാടുകളോ മുറിവുകളോ ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലത്തെ ഒരു സാഹചര്യം പൂർണ്ണമായും അതിൽ ഈ ഒരു പ്രതിഷേധത്തിന്റെ സ്വഭാവത്തിൽ നിന്നും നാട്ടുകാരും ബന്ധുക്കളും മാറിയിട്ടുണ്ടോ? ഇപ്പോഴെന്താണ് അവിടുത്തെ സ്ഥിതി? അവരുടെ ഒരു നിലപാട് എന്താണ്? പ്രതികരണം എന്താണ്? പബ്ലിക്കിന്റെ ഒരു പ്രതിഷേധം മാറിയിട്ടുണ്ട്. കാരണം ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത് കോൺഗ്രസ് പറയുന്നത് അവരുന്നയിച്ച ആവശ്യങ്ങൾക്കൊക്കെ ഒരു അംഗീകാരം ലഭിച്ചു, അല്ലെങ്കിൽ അവരുന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചു. ഒന്ന്, ഈ ഒരു വിഷയത്തിൽ അന്വേഷണം വേണം, അതിന് ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ഒപ്പം മജിസ്ട്രേറ്റ് എൻക്വയറി തുടങ്ങി. ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യമാണ് ഉന്നയിച്ചത്. അത് 2 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണ വിധേയം സസ്പെൻഡ് ചെയ്തതിന് പോലീസ് അവരുടെ ആവശ്യം അംഗീകരിച്ചു. മൂന്നാമതായിട്ട് ഈ കാര്യങ്ങളിൽ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവർ ഉന്നയിക്കുന്ന, അതായത് കൊടിയ മർദ്ദനം ഏറ്റു എന്ന് പറയുന്ന ആക്ഷേപം സാധൂകരിക്കുന്ന തെളിവുകൾ പോസ്റ്റ്മോർട്ടത്തിൽ വന്നിട്ടില്ല. ഇനി വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അവർ ഉന്നയിച്ച, കോൺഗ്രസും മറ്റ് പ്രതിഷേധമുയർത്തിയ സംഘടനകൾ ഉന്നയിച്ച ആവശ്യത്തിൽ
തീരുമാനം അവർക്ക് അനുകൂലമായിട്ട് എടുത്തുകൊണ്ടാണ് പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ബന്ധുക്കളുടെ ഭാഗത്തുനിന്നും വരേണ്ടതാണ്. ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദാംശങ്ങൾ ലഭിച്ചതിന് ശേഷമേ അവർ അത്തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് എത്തൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അവർ ഇക്കാര്യത്തിൽ തുടരന്വേഷണം വേണമെന്നൊരു ആവശ്യവുമായിട്ട് പോലീസിനെ സമീപിക്കാനാണ് സാധ്യത. കാരണം ഇതിൽ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. പോലീസ് മർദ്ദിച്ചതിന്റെ അടയാളങ്ങൾ ഈ മൊയ്തീൻകുട്ടിയുടെ ശരീരത്തിലില്ല എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നത്. ഒരുപക്ഷെ പോലീസ് മർദ്ദിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. മർദ്ദിച്ചതിന്റെ അടയാളങ്ങൾ കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അവിടെ എന്തുണ്ടായി എന്നുള്ള കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിന്റെയും മജിസ്ട്രേറ്റ് എൻക്വയറിയും നടത്തിയതിനു ശേഷം മാത്രമേ ഒരു വ്യക്തത കൈവരികയുള്ളൂ. അവിടെ ഈ മൊയ്തീൻകുട്ടിയെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടുപോയത്, പോലീസ് വിളിപ്പിച്ചത്, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അനുമോദ്? കാരണം ഈ ഹൃദയാഘാതം ഉണ്ടാകാൻ ഒരു കാരണം ഈ പോലീസിന്റെ സമ്മർദ്ദമോ ഭീഷണിയോ ഒക്കെ ആകുമോ? കാരണം ഈ മൊയ്തീൻകുട്ടി ഒരു ഹൃദ്രോഗിയായിരുന്നോ, മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അതോ പെട്ടെന്നുള്ള ഈ പോലീസിന്റെ സമ്മർദ്ദവും ഭീഷണിയും മൂലം ഒരു ഹൃദയാഘാതം മൂലം മരിച്ചു എന്ന് കരുതണോ? ടോം, അതിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി കൂടി പറയേണ്ടതുണ്ട്. ഈ ഒരു ഉത്സവത്തിനിടെ വാക്കുതർക്കം ഉണ്ടാവുകയും ബഹളം ഉണ്ടാവുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരന് നേരെ ചെറിയ തോതിൽ ഉന്നതള്ളം ഉണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട ആളുകളെയാണ് പോലീസ് ചോദ്യം ചെയ്യാനായിട്ട് ഇവിടേക്ക് വിളിച്ചുകൊണ്ടുവന്നത്. സ്വാഭാവികമായിട്ടും പോലീസിന് നേരെ കൈവച്ചു എന്നൊരു ഫീലിലായിരിക്കും പോലീസുകാരുണ്ടാവുക. വിളിച്ചു കൊണ്ടുവരുന്നവരോട് അപ്പോൾ അത്രയും റോഡായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരിക്കലും സൗഹൃദഭാവത്തിലായിരിക്കില്ല പോലീസ് പെരുമാറുക എന്നത് നമുക്ക് സാമാന്യ ബുദ്ധി അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഒരുപക്ഷെ അവിടെ നിന്നും പോലീസ് ഇദ്ദേഹത്തോട് ദേഷ്യത്തിലോ അത് പരിക്കനായിട്ടോ ഒക്കെ പെരുമാറാൻ സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഹൃദ്രോഗിയായ ഇയാൾക്ക് അത് താങ്ങാനും അത് അതിജീവിക്കാനുമുള്ളൊരു ആരോഗ്യം ഉണ്ടായിരിക്കും. മർദ്ദനം ഉണ്ടായോ ഇല്ലയോ നമുക്ക് ഇപ്പോഴും പറയാനാകില്ല. പോസ്റ്റ്മോർട്ടത്തിൽ മർദ്ദനത്തിന്റെ അടയാളങ്ങളില്ല എന്ന് മാത്രമാണ് പറയുന്നത്. ഒരുപക്ഷെ അടയാളങ്ങളില്ലാതെ മർദ്ദിക്കാൻ പോലീസുകാർക്ക് അറിയാത്ത കാര്യമൊന്നും ആയിരിക്കില്ല. കാര്യം സർവീസിലുള്ളവരാണല്ലോ അവരൊക്കെ. അപ്പോൾ മർദ്ദനം ഉണ്ടായോ ഇല്ലയോ നമുക്ക് പറയാനാകില്ല. പോസ്റ്റ്മോർട്ടത്തിൽ മർദ്ദനത്തിന് അടയാളങ്ങളില്ല. എന്തുതന്നെയാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വെച്ച് അയാൾക്ക് ഹൃദയത്തിന് താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഹൃദയാഘാതം എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. പക്ഷേ അത് സാധൂകരിക്കാൻ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊണ്ട് മാത്രം സാധിക്കുകയില്ല. എന്നാണെങ്കിൽ അതിൽ പോലീസിന്റെ അന്വേഷണം വരേണ്ടതുണ്ട്. ആ സമയത്ത് അവിടെ എന്തുണ്ടായി എന്നുള്ളത് അന്വേഷണത്തിൽ തെളിയട്ടെ. മജിസ്ട്രേറ്റ് എൻക്വയറി നടക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇനി ബന്ധുക്കൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടോം, അനുമോദ്, ഇന്നലെ ഈ സംഭവത്തിന്റെ ഈ പ്രതിഷേധത്തിന്റെ എല്ലാം ഒടുവിൽ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അത് ഈ ഒരു പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ, അതോ ഇവരുടെ ഭാഗത്ത് ഈ നടപടിക്ക് വിധേയരായ 2 പോലീസ് ഉദ്യോഗസ്ഥർ, സിവിൽ പോലീസ് ഓഫീസർമാർ, 2 പേരുടെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച, അതല്ലെങ്കിൽ മർദ്ദനം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണോ നടപടി ഉണ്ടായത്? അതോ ഈ പ്രതിഷേധത്തെ തുടർന്നുള്ള പോലീസിന് മേലുള്ള ഉണ്ടായ ഒരു സമ്മർദ്ദത്തെ തുടർന്ന് മാത്രം എടുത്ത ഒരു താൽക്കാലിക നടപടിയായിട്ട് മാത്രം കാണണോ പോലീസുകാർക്കെതിരായ സസ്പെൻഷൻ? ടോം, രണ്ടാമത് പറഞ്ഞ കാര്യത്തിലേക്കാണ് സൂചനകൾ ലഭിക്കുന്നത്. കാരണം പോലീസ് സ്റ്റേഷനുള്ളിൽ എന്ത് നടന്നു എന്നുള്ളത് നമുക്ക് അറിയുകയില്ല. അപ്പോൾ ഈ പരാതിക്കാർ ആക്ഷേപം ഉന്നയിച്ച പോലീസുകാർ ഇവരാണ് എന്ന് മനസ്സിലാക്കി അവർക്കെതിരെ ഒരു അന്വേഷണം നടത്തി ഇതിൽ തീരുമാനമെടുക്കാം എന്ന തരത്തിലാണ് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് പ്രതിഷേധം തണുപ്പിക്കുക എന്നത് തന്നെയാണ് ഈ ഒരു നടപടിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആഭ്യന്തര അന്വേഷണം നടക്കും, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കും. അതിനുശേഷം എന്താണെന്ന് നടപടി സ്വീകരിക്കും. അല്ലാതെ ഈ പോലീസുകാർക്കെതിരെ തെളിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എടുത്തത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാകില്ല. നിലവിലെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതിഷേധങ്ങൾ, അത് DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലായിരുന്നു പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധമെല്ലാം നടന്നത്. ഈ ഒരു ഘട്ടം നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലമാണ്. പ്രതിഷേധങ്ങൾ വല്ലാതെ വ്യാപിക്കാതിരിക്കാൻ വേണ്ട നടപടി സ്വാഭാവികമായിട്ടും പോലീസ് സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ അവരുന്നയിച്ച ഒരു ആവശ്യം വളരെ വേഗത്തിൽ അംഗീകരിച്ചു എന്നതായിട്ട് വേണം നമുക്ക് ഈ സസ്പെൻഷനെ കാണുവാൻ. മറ്റെന്തെങ്കിലും സംഭവങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമായിട്ടില്ല. ടോം, അനുമതി, സാധാരണ നമുക്കറിയാം ഇത്തരം സംഭവങ്ങൾ, ഇത്തരം കസ്റ്റഡിയും മർദ്ദനമോ അതുമായി ബന്ധപ്പെട്ട പോലീസിനെതിരായിട്ടുള്ള ആരോപണമോ പരാതികളൊക്കെ വന്നാലും ഈ പോലീസ് ഉദ്യോഗസ്ഥരെ, ആരോപണവിധരായ ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയൊക്കെ സംരക്ഷിക്കുന്ന സമീപനമായിരിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാവുക. പക്ഷേ ഇത് അടിയന്തരമായി 2 പേർക്കെതിരെ നടപടി ഉണ്ടായി സസ്പെൻഡ് ചെയ്തു. അതിൽ മാത്രം ഒതുങ്ങുമോ? അതല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന, സാധാരണ കേസുകൾ പോലെ തന്നെ അവരെ സംരക്ഷിക്കുന്ന ഒരു നടപടി ആയിരിക്കും ഉണ്ടാകാൻ പോവുക? കാരണം
ഇത് മജിസ്ട്രേറ്റ് അന്വേഷണം അടിയന്തരമായി വന്നു, ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നു. അതിനപ്പുറം ഒരു അടിയന്തരമായ ഒരു കൂടുതൽ തലത്തിലേക്ക് ഇതിൻ്റെ അന്വേഷണം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ, അതോ ഈ 2 പോലീസുകാരിൽ മാത്രം ഒതുങ്ങുമോ നടപടി? നമ്മൾ ഈ സംഭവത്തിന്റെ ഒരു ഗൗരവം കൂടി കണക്കിലെടുക്കണം. പോലീസുകാരെ സംബന്ധിച്ച് അവർ തള്ളിയ അല്ലെങ്കിൽ അവർക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസിന്റെ കൈവശമുള്ള ദൃശ്യങ്ങളിലുള്ള ആളുകളെയാണ് വിളിച്ചു വരുത്തിയത്. ആ വിളിച്ചു വരുത്തിയ ആളുകളെ അതേ രീതിയിലാണ് അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ വന്നതിൽ ഉള്ള ഒരാൾക്ക് ഹൃദ്രോഗമുണ്ടെന്നോ അയാൾക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെന്നോ വിളിച്ചു വരുത്തിയ പോലീസുകാർക്കും അറിയില്ല. അത്തരത്തിൽ ഒരു അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പോലീസുകാർക്ക് മനസ്സിലാക്കണമെന്നില്ല. ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ താൻ ഹൃദ്രോഗിയാണ്, തന്നെ ഇങ്ങനെ ഹരാസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ പോലും ഒരുപക്ഷെ പോലീസ് വിശ്വസിക്കണമെന്നില്ല. അതായത് ഈ സംഭവത്തിന്റെ ഒരു ഗൗരവത്തിനനുസരിച്ചാണ് ഈ കേസിൽ നടപടികൾ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ താനൂരിലെ കസ്റ്റഡി മരണക്കേസിൽ ഉണ്ടായതുപോലെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ വേണം കരുതാൻ. കാരണം രണ്ടിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായ വ്യത്യാസമുണ്ട്. താനൂരിൽ മർദ്ദനം ഉണ്ടായതിൻ്റെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനു ശേഷം മർദ്ദിച്ചതിൻ്റെ കൃത്യമായ തെളിവുകൾ പോസ്റ്റ്മോർട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ പോസ്റ്റ്മോർട്ടത്തിൽ അത്തരത്തിലുള്ള തെളിവുകളില്ല. അതുതന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം. അതായത് ഈ ഒരു കേസിന്റെ ഗൗരവത്തിനനുസരിച്ച് തന്നെ ആയിരിക്കും ഇതിന്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. ടോം, വ്യക്തമാണ്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. പന്തല്ലൂർ സ്വദേശി മൊയ്തീൻ കുട്ടിയുടെ മരണകാരണം ഹൃദയാഘാതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. മൃതദേഹത്തിന് മർദ്ദനമേറ്റ പാടുകളോ മുറിവുകളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിനെ വലയ്ക്കുകയാണ്. കേസിൽ തുടരന്വേഷണത്തിന് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. അതിനിടെ 1-ാം പ്രതി നിതീഷിന്റെ കസ്റ്റഡി നീട്ടുകിട്ടാൻ പോലീസ് അപേക്ഷ സമർപ്പിച്ചു. നിതീഷിനെ കട്ടപ്പന കോടതിയിൽ ഹാജരാക്കി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസും ഡാനി പോളും ചേരുന്നുണ്ട്. ആദ്യം പ്രിൻസിലേക്ക് പോവുകയാണ്. പ്രിൻസ്, ഇന്ന് നിതീഷിനെ കട്ടപ്പന കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഈ നിതീഷിന്റെ കസ്റ്റഡി നീട്ടിക്കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ, പോലീസിന്റെ അപേക്ഷ കോടതി പരിഗണിക്കുമോ? അതിൽ ഇനി എന്തായിരിക്കും പോലീസിന്റെ നീക്കം? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിതീഷിനെ ചോദ്യം ചെയ്യുന്നു. പക്ഷേ ഈ കുഞ്ഞിന്റെ, നവജാത ശിശുവിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ എവിടെയെന്ന് കണ്ടെത്താൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യലിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയുണ്ടോ പോലീസിന്? തീർച്ചയായും വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മൃതദേഹത്തെ സംബന്ധിച്ചുള്ള വ്യക്തത കൈവരുമെന്നാണ് പോലീസ് കരുതുന്നത്. പലതവണ ഈ നിതീഷ്, 1-ാം പ്രതിയായ നിതീഷ് മൊഴി മാറ്റിയൊരു സംഭവമുണ്ട്. ഇന്നെന്തായാലും കോടതിയിൽ നിതീഷിനെ ഹാജരാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ നിതീഷിനെ കസ്റ്റഡിയിൽ അനുവദിച്ചിരുന്ന കസ്റ്റഡി സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യുകയും ഇന്ന് തന്നെ കോടതി വിഷയം പരിഗണിക്കുമെന്നും കസ്റ്റഡിയിലേക്ക് ഈ നിതീഷിനെ കസ്റ്റഡി വിട്ടു നൽകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ഒപ്പം ഈ കേസ് അന്വേഷിക്കുന്നതിനായി ഇടുക്കി SP യുടെ നേതൃത്വത്തിൽ 10-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, പ്രത്യേകിച്ചും നിതീഷ് മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ആദ്യം മുൻപ് ഇവർ കട്ടപ്പനയിൽ താമസിച്ചിരുന്ന, സാഗരാജംഗ്ഷനിൽ താമസിച്ചിരുന്ന വീട്ടിലെ തൊഴുത്തിൽ മൃതദേഹം കുഴിച്ചിട്ടു എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് ഈ മൃതദേഹം കൊല്ലപ്പെട്ട വിജയൻ ഇവിടുന്ന് എടുത്ത് കവറിലാക്കി കൊണ്ടുപോയെന്നും പിന്നീട് ഈ മൃതദേഹം കത്തിച്ച ശേഷം ഇടുക്കി ജലാശയത്തിൽ ഒഴുക്കി കളഞ്ഞെന്നും അത് ശേഷക്രിയയുടെ ഭാഗമായി ഒഴുക്കി കളഞ്ഞെന്നുമൊക്കെയാണ് ഇപ്പോൾ നിതീഷ് പറഞ്ഞത്. അത് കാര്യമായ രീതിയിൽ പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. മറ്റ് പ്രതികളെ കൂടി കൃത്യമായ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാവുകയും അതിനുശേഷമൊക്കെ ആയിരിക്കും ഈ കേസിലേക്ക് നിർണായക തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടിയിലേക്ക് വീണ്ടും പോലീസ് നടക്കുക. എന്തായാലും കട്ടപ്പനയിലെ സാഗര ജംഗ്ഷനിലെ വീട്ടില് നിതീഷ് കാണിച്ച പ്രദേശം കൃത്യമായി പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ഇവിടുന്ന് മണ്ണ് അടക്കം ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും മറ്റ് വിജയന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതി ചൂണ്ടിക്കാട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് തന്നെ വിജയന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം
ഈ രണ്ട് സ്ത്രീകൾ, ഈ വീട്ടിലുണ്ടായിരുന്ന രണ്ട് സ്ത്രീകളുടെ മാസങ്ങളോളം ഈ വീടിനുള്ളിൽ അടച്ചു കിട്ടുന്ന ഒരു സാഹചര്യത്തിലെയും ഇവർക്ക് ചോദ്യം ചെയ്യലോടൊക്കെ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു കൃത്യമായ കൗൺസിലിംഗ് ഒക്കെ നൽകിയ ശേഷമായിരിക്കും വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് ചോദ്യം ചെയ്യൽ നടത്തുക. ടോം, പ്രിൻസിലേക്ക് തിരികെ എത്താം. പ്രിൻസ് തുടരുക. ഡാനി ഇപ്പോൾ കൂടി ചേരുന്നുണ്ട്. ഡാനി, എന്തായാലും ഈ കേസിൽ പോലീസിനെ പ്രധാനമായും വലയ്ക്കുന്നത് നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടം കണ്ടെത്താൻ കഴിയാത്തതാണ്. പല ദുരൂഹതകളും ഈ കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിന് പിന്നിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ. ഏത് രീതിയിലായിരിക്കും ഇനി പോലീസിന്റെ ഈ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണങ്ങൾ നീങ്ങുക? ടോം, ഇതിൽ അന്വേഷണ സംഘത്തിന് എറണാകുളം റേഞ്ച് DIGയുടെയും അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെയും നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘമാണ് ഇതിന് ഹെഡ് ചെയ്യുക. നിലവിൽ കേസ് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവരെല്ലാം തന്നെ ഈ ടീമിൽ പങ്കാളികളാവുകയും ചെയ്യും. പ്രധാനമായും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷിക്കുന്നത് ഇവരുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലവും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിനകം ശേഖരിച്ചിട്ടുണ്ട്. എങ്കിലും ഈ കാര്യത്തിൽ ഈ കുട്ടിയുടെ മൃതദേഹം അത് എന്ത് ചെയ്തു എന്നത് സംബന്ധിച്ചുള്ളൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യം വളരെ പ്രകടവുമാണ് താനും. അപ്പോൾ ഈ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഇനി ഏത് രീതിയിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകേണ്ടതെന്നതടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടതുണ്ട്. ഒരു മോഷണ ശ്രമത്തിനിടെ വളരെ തികച്ചും അവിചാരിതമായാണ് ഈ വിഷയം പുറത്തേക്ക് വരുന്നത്. അതും പോലീസിൻ്റെ വിശദമായ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് വിജയൻ്റെ കൊലപാതകം തമ്മിൽ പുറത്തു വരുന്നത് പോലും പ്രതിയുമായി തെളിവെടുപ്പിന് അവിടേക്ക് എത്തുമ്പോൾ ഈ അച്ഛനെവിടെ എന്നുള്ള ചോദ്യം സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ചോദ്യം, ആ ചോദ്യമാണ് പിന്നീട് ഇത്തരം വലിയ കുറ്റകൃത്യങ്ങൾ നടന്നു എന്നതടക്കമുള്ള കുറ്റകൃത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. അന്ന് തോന്നിയ സംശയങ്ങൾ പിന്നീട് അത് കൊലപാതകങ്ങളിലേക്കടക്കം ഈ പ്രതികൾ ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിയുകയായിരുന്നു. ഇപ്പോൾ വിജയൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇതെല്ലാം തന്നെ ലഭിക്കുകയും അതിൻ്റെ ശാസ്ത്രീയ പരിശോധനകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുകയുമാണ്. പക്ഷേ അപ്പോഴും ഈ കുട്ടിയുടെ മൃതദേഹം എന്തു ചെയ്തു എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഈ മൊഴികളിലെല്ലാം തന്നെ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങളിൽ കുറച്ചുകൂടി ശാസ്ത്രീയമായ രീതിയിൽ മുന്നോട്ട് പോകണം എന്നത് അന്വേഷണ സംഘം തീരുമാനിക്കുകയും ചെയ്തു. തുടർന്ന് ഈ അന്വേഷണ സംഘത്തിനടക്കം രൂപം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ മൊഴികളിലെ കാര്യങ്ങൾ തന്നെയായിരിക്കും യഥാർത്ഥത്തിൽ പരിശോധിച്ച് വരിക. അതോടൊപ്പം തന്നെയും ഇതിൽ നേരത്തെ വിജയൻ്റെ മരണത്തിലടക്കം പങ്കുണ്ട് എന്ന് പറയുന്ന ഭാര്യയെ സുമയെയും അതോടൊപ്പം തന്നെയും മകളെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ രണ്ട് ചോദ്യം ചെയ്യലുകളും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ മൃതദേഹം, അത് ഈ നവജാത ശിശുവിന്റെ മൃതദേഹം ഏത് രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ ചോദ്യം ചെയ്യലിലെ പ്രതി മുഖ്യപ്രതിയായിട്ടുള്ള നിതീഷ് പറഞ്ഞത് ഈ കുഞ്ഞിന്റെ മൃതദേഹം ഈ കാലിത്തൊഴുത്തിൽ നിന്നും അവിടെ നിന്നും മാറ്റി കൊല്ലപ്പെട്ട വിജയൻ മറ്റെവിടേക്ക് കൊണ്ടുപോയിരിക്കാം എന്ന രീതിയിലാണ് നിതീഷ് പോലീസിനോട് പറഞ്ഞത്. അതൊരു പക്ഷേ ഈ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനുള്ള ഇയാളുടെ നീക്കമായിരിക്കുമോ? അതോ അങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണത്തെ അത് വലിയ രീതിയിൽ ബാധിക്കില്ലേ? ഈ വിജയൻ തന്നെ അങ്ങനെ ഈ മൃതദേഹാവശിഷ്ടം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. ഒരിക്കലും അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മളിപ്പോൾ ഈ പറഞ്ഞെടുത്തോളം ഈ കേസിനെ കുറിച്ച് ഇപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ ദൃശ്യം മോഡൽ എന്നൊക്കെ ഒരു നിർവചനം ഇത്തരം കാര്യങ്ങളിലെല്ലാം ഉണ്ട്, വിശേഷണ കാര്യങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ അത്തരം ഒരു കാര്യങ്ങൾ തന്നെ ഇതിൽ നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. കാരണം പിന്നീട് അത് മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് തൊഴുത്തിൽ നിന്ന് മാറ്റി അത് മറ്റെവിടേക്കെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് വിജയന് മാത്രമേ അറിയാവൂ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിതിൻ പറഞ്ഞിരിക്കുന്നത്. വിജയനാണെങ്കിൽ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു.
വിജയന് മാത്രം ഈ കാര്യങ്ങൾ അറിയാവുന്നുള്ളൂ എങ്കിൽ ഈ കേസിനെ അത് ബാധിക്കും. കാരണം പ്രത്യേകിച്ച് കുട്ടി ഈ രീതിയിൽ ഇല്ലായ്മ ചെയ്തു, അതെവിടേക്ക് മറവ് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് ഉത്തരം മുട്ടും എന്ന കാര്യത്തെ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെന്നിരിക്കുന്നത്. എങ്കിൽ കൂടിയും ശാസ്ത്രീയമായ പരിശോധനകളുടെ ഒരിടം ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത്. ആ രീതിയിലുള്ളൊരു തെളിവുകളിലേക്ക് വൈകാതെ എത്തപ്പെടും എന്ന് അവർ കരുതുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ അമ്മ അവരെയും അതോടൊപ്പം തന്നെ സുമ എന്ന വിജയൻ്റെ ഭാര്യ ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്നതിലൂടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിവരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിജയൻ ഇക്കാര്യങ്ങൾ ഇവരോട് പങ്കുവച്ചിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ നിതിൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും പോലീസ് വിശ്വസിച്ചിട്ടില്ല എന്നതാണ്. പ്രത്യേകിച്ച് ഈ രീതിയിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ ഇത്തരം മോഷണവും അതോടൊപ്പം തന്നെ ഈ മറ്റ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടും എല്ലാം തന്നെയുള്ള ഒരാൾ പോലീസിനെ വഴിതെറ്റിക്കാൻ വളരെ ആസൂത്രിതമായി ഇത് കള്ളക്കഥ മെനയുന്നുണ്ടോ എന്നൊരു സംശയം അത്തരം സംശയങ്ങൾ പോലീസ് ബാക്കി നിർത്തുന്നുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള എല്ലാവിധ പോലെ തന്നെ ആ രീതിയിലുള്ള ഒരു കള്ളക്കഥയാണോ, ഈ വലിയൊരു ക്രിമിനൽ ബുദ്ധിയാണ് നിതീഷ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിൻസ് ജെയിംസിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. പ്രിൻസ്, ഇതിൽ നിതീഷിന്റെ ചോദ്യം ചെയ്യൽ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഈ കേസിലെ കൂട്ടുപ്രതിയായിട്ടുള്ള വിഷ്ണുവിന് ഈ 2 കൊലപാതക കേസുകളിലും പങ്കുണ്ട്. വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ വിജയന്റെ ഭാര്യയ്ക്കും പങ്കുണ്ടെന്ന് നിഗമനമാണ് പോലീസിനുള്ളത്. ആ രീതിയിലുള്ള മൊഴിയാണ് നിതീഷിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രിൻസിപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കിതുമായി ബന്ധപ്പെട്ട പോലീസിന് ലഭിച്ച വിവരം, വിഷ്ണുവിനെയും സുമയെയും ഇനി ഈ കേസുകളിൽ നേരത്തെ വിഷ്ണുവിനെ ഒരു മോഷണക്കേസുമായി ബന്ധപ്പെട്ടാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് അതിനുശേഷമാണ് ഈ കട്ടപ്പനയിൽ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം വന്നത്. രണ്ടുപേരെയും ഉടൻ തന്നെ കേസിൽ പ്രതി ചേർക്കുമോ, അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമോ, എന്തായിരിക്കും പോലീസിന്റെ ഈ നിതീഷിന്റെ കസ്റ്റഡി നീട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട അതിനപ്പുറം വിഷ്ണുവിനെയും സുമയെയും ചോദ്യം ചെയ്യുന്ന കാര്യത്തിലുള്ള അടുത്ത നീക്കം എന്താണ് പ്രിൻസ്? ഈ 2 കേസുകളിലും നിർണായകമായ ഒരു പങ്കുണ്ട്. ആദ്യം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിലും ഒപ്പം വിജയന്റെ കൊലപാതകത്തിലും വിഷ്ണുവിന് കൃത്യമായ ഒരു പങ്കുണ്ട്. നിതീഷും വിഷ്ണുവും ചേർന്നാണ് ഈ കൃത്യങ്ങൾ നടത്തിയത്. ആദ്യം കുഞ്ഞിനെ കൊന്നത് വിജയനും നിതീഷും ചേർന്നാണെങ്കിൽ പോലും വിഷ്ണുവിന്റെ അറിവോടുകൂടിയായിരുന്നു ആ കൃത്യം നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ ചോദ്യം ചെയ്യുന്ന കൃത്യമായ ഒരു ചോദ്യം ചെയ്യുന്നതിലൂടെ അനിവാര്യമായ തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കും എന്നാണ്, തെളിവുകൾ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് പോലീസിന്റെ നീക്കം. എന്തായാലും വിഷ്ണു ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ശേഷമായിരിക്കും വിഷ്ണുവിന്റെ കസ്റ്റഡിയിൽ നടക്കുന്നുള്ള അപേക്ഷ അടക്കം സമർപ്പിക്കാൻ കേസ് ചെയ്യുന്നത്. എന്തായാലും സുമയെയും ഈ കേസിൽ രണ്ടാമത്തെ കേസിൽ, അതായത് വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട സുമയ്ക്ക് പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ സുമയെയും കസ്റ്റഡിയെടുക്കുന്ന കാര്യങ്ങളും സുമയ്ക്കെതിരെ കേസെടുക്കേണ്ട, സുമയും പ്രതിപ്പെട്ടി ചേർക്കുകയും ഒപ്പം സുമയും അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ എന്തായാലും ഇവരെ എല്ലാവരെയും ഒരുമിച്ചിരുത്തിയും ഒപ്പം വേർതിരിച്ചിരുത്തിയും കൃത്യമായ ഒരു ചോദ്യം ചെയ്യൽ ഈ 3 പേരെയും നടത്തുകയും ഒപ്പം മുഖ്യപ്രതിയായ നിതീഷിനെയും അടക്കമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ളതായിരിക്കും അന്വേഷണം ഇപ്പോൾ നടക്കുക. ഇപ്പൊ എന്തായാലും നിലവിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നതും തെരച്ചിൽ നടക്കുന്നതും ഒക്കെ നിതീഷിന്റെ മൊഴിയുടെ പ്രകാരമുള്ള കാര്യങ്ങൾ പ്രകാരമാണ് നടക്കുന്നത്. നിതീഷ് പറഞ്ഞത് പ്രകാരം തന്നെ കക്കാട്ടുകടയിലെ വീട്ടിൽ നിന്ന് വിജയന് മൃതദേഹം കിട്ടിയെങ്കിൽ പോലും ഈ നിതീഷ് പറഞ്ഞതിന് വ്യത്യസ്തമായി ഇവിടുന്ന് സാഗര ജംഗ്ഷനിലെ വീട്ടിൽ നിന്നും കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടില്ല. ഇവിടുന്ന് പിന്നീട് ഇത് എടുത്തുകൊണ്ട് പോയെന്നും ജലാശയത്തിൽ ഒഴുക്കിയെന്നും ഒക്കെ അടക്കം പലതവണ ഇയാൾ മൊഴി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിഷ്ണു വിജയനിലൂടെയും സുമയിലൂടെയും കൃത്യമായ ഒരു വിവരത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും അതിനുള്ള നടപടികൾ അടുത്ത ദിവസങ്ങൾ തന്നെ സ്വീകരിക്കപ്പെടുകയും പ്രത്യേക അന്വേഷണ സംഘം കൂടി എത്തുന്ന സ്ഥിതിക്ക് വളരെ വ്യക്തമാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി പോളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോവുകയാണ്. ഡാനി, പ്രിൻസ് സൂചിപ്പിച്ചതുപോലെ ഇനി 2 പേരെയും സുമയെയും വിഷ്ണുവിനെയും ചോദ്യം ചെയ്യണം. എന്നാൽ മാത്രമേ ഒരുപക്ഷെ ഈ നവജാത ശിശുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും കഴിഞ്ഞ 2 ദിവസം ഈ കുഞ്ഞിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തി. പക്ഷേ യാതൊരു തുമ്പും ലഭിച്ചില്ല. ഇനി ഇവരിൽ നിന്നും ഈ വിഷ്ണുവിൻ്റെയും സുമയുടെയും മൊഴികൾ രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ ഈ കുഞ്ഞിൻ്റെ മൃതദേഹ അവശിഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിലിലേക്ക്, പരിശോധനയ്ക്ക് പോലീസ് കടക്കുകയുള്ളൂ.
പൂർണ്ണമായും അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം കുട്ടിയുടെ മൃതദേഹത്തിന് മൃതദേഹാവശിഷ്ടത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഒരു ഭാഗത്ത് പോലീസ് തുടരുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം അവിടെ നിന്ന് കിട്ടിയ ആ കാര്യങ്ങൾ ഇതെല്ലാം പരിശോധിക്കുന്നു. കാരണം എന്തെങ്കിലും രീതിയിലുള്ള ഒരു ലീഡ് അവിടെ നിന്ന് ലഭിക്കുമോ? കാരണം ഒരു ഭാഗത്ത് പോലീസ് നിതീഷ് പറയുന്നത് പൂർണ്ണമായും വിശ്വസിക്കാതെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് പോലീസ് നിലവിലെ സാഹചര്യങ്ങളിലുള്ള ഒരു പരിശോധന തുടരുന്നുണ്ട്. ഒപ്പം ഈ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചെങ്കിൽ മാത്രമേ ഇനി ഈ കേസിൽ മുന്നോട്ട് പോകാൻ, പ്രത്യേകിച്ച് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് മുന്നോട്ട് പോകാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് വൈകാതെ തന്നെയും ഈ രണ്ടുപേരെയും തന്നെയും ചോദ്യം ചെയ്യും. വെവ്വേറെയും ഒരുമിച്ചിരുത്തിയുമുള്ള ചോദ്യം ചെയ്യലുകൾക്ക് തന്നെയാണ് സാധ്യതയുള്ളത്. ഒപ്പം ഈ മകളെയും തന്നെ ചോദ്യം ചെയ്യും. വിജയൻ്റെ മകളെയും ചോദ്യം ചെയ്യുന്നു. കാരണം ഇവരുടെ കുട്ടിയാണ് ഈ രീതിയിൽ കൊല ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് ഇവരെ എല്ലാവരെയും തന്നെ ചോദ്യം ചെയ്യുന്ന ലഭിക്കുന്ന വിവരങ്ങൾ പോലീസ് അന്വേഷണ സംഘം പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം അവർക്ക് കൃത്യമായ ഈ രീതിയിൽ ഏതെങ്കിലും മൊഴികളിലൊരു വൈരുദ്ധ്യം ഉണ്ടാകുമെന്നൊരു വിശ്വാസം അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. കാരണം നിലവിലുണ്ടായിരിക്കുന്ന സംഭവങ്ങൾ എല്ലാം തന്നെ അങ്ങനെയാണ്. അത്തരം വൈരുദ്ധ്യങ്ങൾ പരിശോധിച്ചതിന് അതിൽ നിന്ന് തന്നെയാണ് വിജയൻ്റെ ഒരു കൊലപാതകവും പിന്നീട് കുട്ടിയുടെ കൊലപാതകം ഈ രീതിയിലെല്ലാം തന്നെ നടന്നിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയും ഇപ്പോഴും പൂർണ്ണമായും കുട്ടിയുടെ മൃതദേഹം അത് സംബന്ധിച്ച് അതിൻ്റെ യഥാർത്ഥ വസ്തുത കണ്ടെത്തുന്നതിന് അതിൽ ശരിയിലേക്ക് ചെല്ലുന്നതിനുള്ള വഴികൾ പൂർണ്ണമായും അടഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇരുവരുടെയും ചോദ്യം ചെയ്യലടക്കം പൂർത്തിയാകുക. ഒപ്പം തന്നെയും ഡാനി പോളും പ്രിൻസ് ജെയിംസുമാണ് വിവരങ്ങൾ നൽകിയത്. ഡാനി സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ഇതിന്റെ സാധ്യതകൾ പൂർണ്ണമായും അടഞ്ഞിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യലിൽ ഈ കുഞ്ഞിന്റെ മൃതദേഹാവശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വിജയനെ എന്തിനാണ് കൊലപ്പെടുത്തിയത്, എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് തുടങ്ങിയ വിവരങ്ങളിലും ഒരു വ്യക്തമായ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനമാണ് ഇന്ത്യയുടെ. ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും നമ്മുടേതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറികളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആരെല്ലാം ജയിക്കും, ആർക്കെല്ലാം അടിപതറും എന്ന് മാത്രമാണ് അറിയേണ്ടത്. ഇന്ത്യയിലെ ഓരോ മണ്ഡലത്തിൽ നിന്നും ഇതുപോലെ വിവരങ്ങളും വിശദാംശങ്ങളും നൽകാൻ ഞങ്ങൾക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. ഞങ്ങൾ ജനമനസ്സിലുള്ളത് എന്തെന്ന് അന്വേഷിച്ചു. 21 സംസ്ഥാനങ്ങളിലെയും 1 ലക്ഷത്തിലേറെ ആളുകളിൽ നിന്ന് എല്ലാ മണ്ഡലങ്ങളിലെയും സാധ്യതകൾ പരിശോധിച്ചു. വീണ്ടും നമ്മളെല്ലാം തെരഞ്ഞെടുപ്പ് ആവേശത്തിലാകുമ്പോൾ, രാഷ്ട്രീയത്തെക്കുറിച്ചും സ്ഥാനാർത്ഥികളെക്കുറിച്ചും മാത്രം ചർച്ച ചെയ്യുമ്പോൾ ഇത്രയും വിപുലമായി അഭിപ്രായം തേടാൻ മറ്റാർക്കുമാവില്ല. ഇത്രയും ആധികാരികമായി പറയാനാകില്ല. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ. News 18 Mega Opinion Poll, co-presented by Rajakumari Gold and Diamonds. Rajakumari Gold and Diamonds, the trust of Travancore. Amritveni. Amritveni Hair Elixir, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Co-powered by NITC. ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC, ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. വിയർക്കാതിരിക്കാൻ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ഏറ്റവും വലിയ അഭിപ്രായ വോട്ടെടുപ്പുമായി ന്യൂസ് 18 നെറ്റ്വർക്ക്. 21 സംസ്ഥാനങ്ങൾ, 518 മണ്ഡലങ്ങൾ, 1 ലക്ഷത്തിലേറെ പ്രതികരണം, ഒരു ബൃഹത് സർവേ, 20 ചാനലുകൾ, 16 വെബ്സൈറ്റുകൾ. ഇതിൽ പരം വലിയ മറ്റൊന്നില്ല. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ. News 18 Mega Opinion Poll, co-presented by Rajakumari Gold and Diamonds. Rajakumari Gold and Diamonds, the trust of Travancore. Amritveni. Amritveni Hair Elixir, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Co-powered by NITC. ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC, ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്.
സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. കാട്ടാനകൾ നാട്ടിൽ ഇപ്പോഴും ഭീതി പരത്തുകയാണ്. ഇടുക്കി അടിമാലി കാഞ്ഞിരവേലിയിൽ വീണ്ടും കാട്ടാനാക്രമണം ഉണ്ടായി. ഒറ്റക്കൊമ്പനാണ് 4 ഏക്കറോളം കൃഷി നശിപ്പിച്ചത്. കാട്ടാനാക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ട സ്ഥലത്തിന് സമീപമാണ് ഒറ്റക്കൊമ്പൻ ഇറങ്ങിയത്. അതിനിടെ മൂന്നാറിലെ ജനവാസ മേഖലയിലും കാട്ടാന ഇറങ്ങി. പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രിൻസ്, ഇടുക്കി ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഈ വന്യജീവി ആക്രമണം നേരിടുന്ന ഒരു സ്ഥലം. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഇപ്പോഴും നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്ന സാഹചര്യം. ഈ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ, മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടതും ഈ വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെട്ടതും ഇടുക്കി ജില്ലയിലാണ്. വീണ്ടും ആളുകൾക്ക്, ജനങ്ങളിൽ ഭീതി പരത്തി കാട്ടാന ആക്രമണം ഉണ്ടാകുന്നു, കൃഷി നശിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഉണ്ടായ കാട്ടാനാക്രമണത്തിൽ വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ? ടോം, കഴിഞ്ഞ രാത്രികളാണ് ഈ അടിമാലി കാഞ്ഞിരവേലിയിൽ കാട്ടാന ഇറങ്ങിയത്, ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. രാത്രിയിലെത്തിയ കാട്ടാന പുലർച്ചയോളം ഈ കൃഷിയിടങ്ങളിലൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിവിധ കർഷകരുടെ ഏകദേശം 4 ഏക്കറോളം ഭൂമിയിലെ കൃഷി നശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇവിടെ ആർ.ആർ.ടിയുടെ ഒരു സേവനം ലഭ്യമായില്ല എന്നാണ് നാട്ടുകാർ പരാതി പറയുന്നത്. മുൻപ് സ്ത്രീ മരിച്ച സ്ഥലത്ത് തന്നെയാണ്, സമീപത്തായ പ്രദേശത്താണ് കഴിഞ്ഞ രാത്രിയിലും കാട്ടാന ആക്രമണം ഉണ്ടായത്. അന്ന് തന്നെ ഉറപ്പ് നൽകിയിരുന്നു ഈ മേഖലയിൽ കാഞ്ഞിരവേലി അടക്കമുള്ള പ്രദേശങ്ങളിൽ ആർ.ആർ.ടിയുടെ ശക്തമായ ഒരു നിരീക്ഷണം ഉണ്ടാകും, കാട്ടാന ആക്രമണങ്ങൾ അടക്കം ഉണ്ടാകുമ്പോൾ ഇവരുടെ നേതൃത്വത്തിലുള്ള കാട്ടാനകളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെയുള്ള ഒരു ഉറപ്പ് അന്നുണ്ടായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ രാത്രിയിലും കാട്ടാന എത്തിയിട്ടും കൃത്യമായ ഇടപെടൽ വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് രാവിലെ മൂന്നാറിന് സമീപം സെവൻമലയിൽ സ്റ്റേറ്റിലും കാട്ടാന എത്തിയത്, ഒറ്റയാൻ എത്തിയത്. ആന ഇവിടെ തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന് സമീപം വരെ എത്തുകയുണ്ടായി. വലിയ വേഗതയിൽ ഈ ആന ഈ ജനവാസ മേഖലയിൽ എത്തിയത് വലിയ പരിഭ്രാന്തിക്ക് ഇടയായി. പ്രത്യേകിച്ചും രാവിലെ തൊഴിലാളികൾ ജോലിക്കായി പോകുന്ന ഒരു സമയമായിരുന്നു. ഒപ്പം കുട്ടികളെ സ്കൂളുകളിൽ അയക്കുന്ന സമയത്തൊക്കെയാണ് ഈ കാട്ടാന ഈ ജനവാസ മേഖലയിൽ, പ്രത്യേകിച്ച് ലയങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയിൽ എത്തിയത്. എന്തായാലും വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ആന ഇവിടുന്ന് പിന്നീട് പിന്തിരിഞ്ഞിട്ട് പോവുകയായിരുന്നു. പിന്നീട് നാട്ടുകാർ ഒരു ബഹളം വെക്കുകയും ശബ്ദമുണ്ടാക്കുകയൊക്കെ ചെയ്തതോടെയാണ് ഇവിടുന്ന് ഈ ഒറ്റയാൻ പിന്തിരിഞ്ഞു പോയത്. എന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ കാട്ടാന വീണ്ടും ജനവാസ മേഖലയിലേക്ക് കാട്ടാൻ ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ? ഇന്നലെയാണ് കളക്ടറേറ്റിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ഈ വന്യജീവി ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാനൊക്കെ ചില തീരുമാനങ്ങൾ എടുത്തു. വലിയ പ്രതിഷേധത്തിന് ഇന്നലെ ഇടുക്കി ജില്ല സാക്ഷിയായതാണ്. ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ 1000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, വിശ്വാസികളെ അണനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധം പോലും ഉണ്ടാകുന്നു. എന്ത് നടപടിയാണ് ഇന്നലത്തെ യോഗത്തിലൊക്കെ ഉണ്ടായത്? ഈ വന്യജീവി ആക്രമണത്തെ നേരിടാൻ അടിയന്തരമായിട്ട് എന്ത് നടപടിയായിരിക്കും വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കുന്നത്? അട്ടവും കഴിഞ്ഞ ദിവസത്തെ ഈ മീറ്റിംഗിലൂടെ പ്രധാനമായും മുൻപോട്ട് വരുന്ന കാര്യം പ്രത്യേക നിരീക്ഷണം ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകുന്നത്. പ്രത്യേകിച്ചും മൂന്നാർ മേഖലയിൽ ഒരു സ്പെഷ്യൽ ആർ.ആർ.ടി ടീമിലൂടെ, മുൻപ് നിലവിലുള്ള 2 ആർ.ആർ.ടികൾ കൂടാതെ സ്പെഷ്യൽ ആർ.ആർ.ടി ടീം കൂടി ഇവിടെ സ്ഥിരം സാന്നിധ്യം ഉണ്ടാകും. ഒപ്പം പടയപ്പെ എല്ലാ ദിവസവും തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പടയപ്പെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘം ഉണ്ടാവുകയെന്നും കാട്ടാനകൾ എവിടെയുണ്ട് എന്നത് തിരിച്ചറിഞ്ഞ് ജനങ്ങളിലേക്ക് വിവരങ്ങൾ കൈമാറാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഒക്കെ ഇവർ ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള നടപടികൾ, ഇത്തരം ഉറപ്പുകളെല്ലാം ഈ വിവിധ യോഗങ്ങളിൽ മാത്രമായി മാറുന്ന ഒരു സാഹചര്യമാണ് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും, അരിക്കൊമ്പന്റെ കാലഘട്ടത്തിലാണെങ്കിൽ പോലും കാട്ടാന ആക്രമണങ്ങൾ അധികമായ ഒരു സമയത്ത് ഇത്തരം യോഗങ്ങൾ ചേർന്നെങ്കിലും കൃത്യമായ ഒരു ഇടപെടൽ ഈ വിഷയങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും ചക്കക്കൊമ്പനെയും മൊട്ടവാലിനെയും അന്ന് റേഡിയോ കോൾ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നു, അത് ഉണ്ടായിട്ടില്ല. ഒപ്പം വിവിധ മേഖലകൾ സോളാർ ഫെൻസിംഗ് അടക്കം സ്ഥാപിക്കുന്നുള്ള പ്രഖ്യാപനം അന്നുണ്ടായിരുന്നു, അതും നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല. അത്തരത്തിൽ വിവിധ പ്രശ്നങ്ങളുണ്ട്. ഒപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ഉയർത്തിരിഞ്ഞ ഒരു പ്രധാന കാര്യം ഈ കാട്ടിലെ തീറ്റയുടെ അഭാവം, അതുണ്ടെങ്കിൽ, ഭക്ഷണവും വെള്ളവും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് കൂടുതലായി ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ ഇത്തരത്തിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് ചെയ്യാമെന്നുള്ള പഠനം നടത്തുമെന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വീണ്ടും റേഞ്ചിലെ, പ്രത്യേകിച്ചും തോട്ടം മേഖലയിലെ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ജനജീവിതം കൂടുതൽ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കേട്ടോ. അതുതന്നെയാണ് പ്രിൻസ്, വലിയ രീതിയിൽ ജനങ്ങളെയും ഭയപ്പെടുത്തുന്ന കാര്യം. പക്ഷേ പ്രിൻസിപ്പോൾ പറഞ്ഞു അടിയന്തരമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. വലിയ രീതിയിലുള്ളൊരു പ്രശ്നമായി കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെയും ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ഈ ചൂട് കൂടുന്നു, വനമേഖലകളിൽ
വിഭവങ്ങളില്ല, ഈ വന്യമൃഗങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള വിഭവങ്ങളില്ലാത്തതൊക്കെ അവർ നാട്ടിലേക്ക് ഇറങ്ങാനുള്ളൊരു സാധ്യതയായി പറയുന്നുണ്ട്. ചില വിലയിരുത്തലുകളുണ്ട്. എന്തായാലും ഏത് രീതിയിലുള്ളൊരു നടപടിയായിരിക്കും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഈ വന്യജീവി ആക്രമണം, വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ എങ്ങനെയാണ് ഇപ്പോൾ വനംവകുപ്പ് ആലോചിക്കുന്നത്? വരും വർഷങ്ങളിൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളിലേക്ക് കൂടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് നടപടികൾ സ്വീകരിക്കുന്നത്. നിലവിലത്തെ അവസ്ഥയിൽ ഇവയെ കടലിൽ ജനവാസ മേഖലയിലേക്ക് കടക്കാതെ തുരത്തി ഓടിക്കുക എന്നുള്ളതല്ലാതെ, അത്യാവശ്യം സോളാർ ഫെൻസിംഗ് പോലുള്ള ഫെൻസിംഗ് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ നിലവിൽ അവയുടെ ഈ വേനൽ കടുത്തതോടെ അവയ്ക്ക് ആവശ്യമായ തീറ്റയും വെള്ളവും കാടുകളിൽ ഇനിയൊരുക്കുക എന്നുള്ളത് എത്രമാത്രം പ്രായോഗികമാണെന്ന് അറിയത്തില്ല. പക്ഷേ വരും വർഷങ്ങൾക്ക് മുൻനിർത്തിക്കൊണ്ട് കൃത്യമായ ഇടപെടൽ ഉണ്ടാകുകയും മുൻകാലങ്ങളിലൊക്കെ പ്രത്യേകിച്ചും മതികിട്ടാൻ ചോലയിലടക്കം ഈ കാട്ടാനകൾക്ക് വെള്ളം ലഭ്യമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ മുൻകാലങ്ങളിലൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ജനങ്ങൾ ഇപ്പോൾ ആരോപിക്കുന്ന ഇത്തരം നടപടികൾ ഏതാനും വർഷങ്ങളായി വനമേഖലകളിൽ നടക്കുന്നില്ല, പ്രത്യേകിച്ചും ഇടുക്കിയിലെ വനമേഖലകളിൽ നടക്കുന്നില്ല. അതുകൊണ്ടാണ് വെള്ളം അടക്കം തേടി ഈ ജനവാസ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങുന്നതെന്ന് പ്രത്യേക ആളുകൾ ആരോപിക്കുന്നു. ഒപ്പം പുൽമേടുകൾ കേന്ദ്രീകരിച്ച് മുൻകാലങ്ങളിലൊക്കെ ഉള്ള ഇതിനേക്കാൾ കൂടുതലായി പുൽകൃഷി അടക്കം വീണ്ടും ഉണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും വനത്തിൽ ഉൾപ്പെടുന്ന പുൽമേടുകൾ പോലും ഇത്തരത്തിൽ തീറ്റയില്ലാത്തൊരു സാഹചര്യം എന്ന് തന്നെ പറയുന്നു. അത് വരും വർഷങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മുൻകരുതലുകൾ ഇപ്പോൾ മുതൽ ആരംഭിക്കുമെന്നാണ് ജനങ്ങൾ കരുതുന്നതിനുള്ള നടപടികൾ ഉണ്ടാവണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇത് തന്നെയായിരിക്കണം ഇത്തരം ഭക്ഷണത്തിന് ആവശ്യമായ സാഹചര്യങ്ങൾ, ഭക്ഷണത്തിനും വെള്ളത്തിനുമുള്ള സാഹചര്യങ്ങൾ കാട്ടിലുണ്ടെങ്കിൽ ഇവ ജനവാസ മേഖലയിലേക്ക് കടക്കുമ്പോൾ ഒരു പരിധിവരെ കുറയ്ക്കാനാകുന്നു തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഒപ്പം അപകടകാരികളായ ഒറ്റയന്മാർ അതിനെ പ്രത്യേകം നിരീക്ഷിക്കുന്നതിനും നടപടികളുണ്ട്. ഒപ്പം ഇവർ ഉന്നയിക്കുന്ന പല പ്രധാന കാരണം വിവിധ സമയങ്ങളിൽ ഈ കാട്ടാനയുടെ ഒരു സാന്നിധ്യം ജനവാസ മേഖലയിൽ അനുഭവപ്പെടുമ്പോൾ കൃത്യമായി വനം വകുപ്പ് അവിടെ എത്താറില്ല എന്ന് പലതവണ ആരോപിക്കും. പ്രത്യേകിച്ച് തോട്ടം മേഖലകളിൽ, പിന്നെ ശാന്തൻപാറ പഞ്ചായത്തുകളിലും മൂന്നാറിലെ ഈ പറയുന്ന തോട്ടം മേഖലയിലും ഒക്കെ കാട്ടാനയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അവിടെ ഈ പറയുന്ന വനം വകുപ്പിന്റെ ഒരു സാന്നിധ്യം പലപ്പോഴും വനം വകുപ്പ് എത്താറില്ല. അത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ചും RRT ഒക്കെ അടക്കം കൃത്യമായി നിരീക്ഷണം നടത്തുന്നൊക്കെ ഉണ്ടെന്ന് പറയുന്നെങ്കിൽ പോലും തീർച്ചയായും പ്രിൻസ് ജെയിംസ് സൂചിപ്പിച്ചതുപോലെ അത്തരം വലിയ ആക്ഷേപങ്ങളുണ്ട്. ഈ വന്യജീവി ആക്രമണമുള്ള സ്ഥലങ്ങളിൽ വനവകുപ്പിന്റെ കൃത്യമായ നിരീക്ഷണമില്ല എന്ന വലിയ ആക്ഷേപമൊക്കെ ഉയരുന്നുണ്ട്. അതോടൊപ്പം അതിരപ്പള്ളിയിൽ നിന്നും ഒരു കാട്ടാനയെക്കുറിച്ചുള്ള ഒരു കാട്ടാന അവശനിലയിലായ വാർത്ത കൂടി വന്നിരുന്നു. അതിരപ്പള്ളി എണ്ണപ്പനത്തോട്ടത്തിലാണ് അവശനിലയിൽ കാട്ടുകൊമ്പനെ കണ്ടെത്തിയത്. ഈ കാട്ടുകൊമ്പന് വെള്ളവും മരുന്നും കൊടുക്കാനുള്ള നീക്കം പരാജയപ്പെട്ടു. വെള്ളം ലഭ്യമാക്കാൻ ചാലക്കുടി പുഴയിലേക്ക് ഓടിക്കാൻ വനംവകുപ്പ് ശ്രമം നടത്തിയതോടെ ആന കാടുകയറുകയായിരുന്നു. ഇതോടെ വെള്ളവും മരുന്നും ലഭ്യമാക്കാനുള്ള നീക്കം മെഡിക്കൽ സംഘം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ആനയെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് വനം മന്ത്രി വ്യക്തമാക്കിയത്. ഉന്നതതല ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ സംയുക്ത യോഗം മുഖ്യമന്ത്രി നാളെ രാവിലെ അടിയന്തരമായി വിളിച്ചു ചേർത്തിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യങ്ങളെ കൂടുതൽ സമഗ്രമായി വിലയിരുത്തി കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിലേക്ക് സഹായകമായ നിലപാടുകളാണ് ആ യോഗം സ്വീകരിക്കാൻ പോകുന്നത്. അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ കൂടുതൽ ഫലപ്രദമാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ആ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് അവ നടപ്പിലാക്കുന്നതിനുള്ള തീരുമാനങ്ങളും കൈക്കൊള്ളുന്നതാണ്. അവശനിലയിലാണ് ആതിരപ്പള്ളിയിൽ ഒരു കാട്ടാനയെ കണ്ടെത്തിയത്. അവശനിലയിൽ തന്നെ ഇപ്പോൾ തുടരുകയാണ്. കോടനാട്ടിൽ നിന്നും തൃശ്ശൂരിൽ നിന്നുമുള്ള വെറ്റിനറി സർജന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനകം അവിടെ എത്തിയിട്ടുണ്ടാകും. ടെലിഫോൺ റേഞ്ച് ഇല്ലാത്തൊരു സാഹചര്യമാണ്. വയർലെസ് മുഖാന്തരമാണ് അവിടെ ബന്ധപ്പെടാൻ കഴിയുന്നത്. അവർ പരിശോധിച്ചതിന് ശേഷമാണ് അതിനെ എങ്ങനെയാണ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതെന്ന് തീരുമാനിക്കുകയുള്ളൂ. കാരണം വളരെ അവശനിലയിലാണെങ്കിൽ മയക്കുപിടി വെച്ച് പിടിച്ച് ചികിത്സ നടത്താൻ സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട്. നവമി ദിനേശ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നവമി, വനവകുപ്പ് കൃത്യമായും ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ആ ആനയുടെ ഈ കാട്ടാനയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? കാരണം അതിന് വെള്ളം ലഭ്യമാക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആന തിരികെ കാട് കയറിയിരിക്കുന്നു. ഒരു ഗുരുതരമായിട്ടുള്ള സാഹചര്യമുണ്ടോ? അതിരപ്പള്ളിക്കാരുടെ പ്രിയപ്പെട്ട കാട്ടാനയാണ് ഏഴാറ്റുമുഖം ഗണപതി. ഇത് സ്ഥിരമായി ഈ സ്ഥലത്ത് വരാറുള്ളതാണ്.
ചാലക്കുടി പുഴയിൽ നിന്നും വെള്ളം കുടിച്ച ശേഷം തിരിച്ച് കാടിലേക്ക് കയറുന്നതാണ് പതിവ്. അതിനിടയിൽ തന്നെ എസ്റ്റേറ്റിലേക്ക് വരികയും ഫലങ്ങളൊക്കെ കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആന കൂടിയാണ്. ഇന്നലെ വൈകുന്നേരം 4:30 പതിവ് പോലെ ചാലക്കുടി പുഴയിൽ നിന്നും വെള്ളം കുടിച്ച് പക്ഷെ തിരിച്ച് കാട് കയറിയില്ല. സാധാരണ രാത്രി കാട് കയറുന്നതാണ്. പകലും രാവിലെ പുലർച്ചെയൊക്കെ ആന അവിടെ നിൽക്കുന്നത് കണ്ട് ആളുകളൊക്കെ ഒന്ന് സംശയം പ്രകടിപ്പിച്ചു. കാരണം ഇത്രയും സമയം ആന ഗണപതി അവിടെ നിൽക്കാറില്ല. അതിനുശേഷം കുറച്ച് സമയം കഴിയും, ഏകദേശം ഒരു 8:30 ആന ആ പ്രദേശത്ത് ആ എസ്റ്റേറ്റിൽ തന്നെ കിടക്കുന്നതായി കണ്ടെത്തിയത്. അപ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്തു ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. ഉടൻ തന്നെ വനപാലകരെയും RRT സംഘത്തെയും നാട്ടുകാർ വിളിക്കുകയും ചെയ്തു. ഇവർ സംഭവ സ്ഥലത്തെത്തി ഇവരുടെ പ്രാഥമികമായ നിരീക്ഷണത്തിൽ ആനയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥതയുണ്ടെന്ന് മനസ്സിലായി. ഇത് സാധാരണ ആനകൾക്ക് ഉണ്ടാകുന്ന വിരശല്യം ആണോ എന്നുള്ളൊരു സംശയമാണ്. പിന്നീട് കോടനാടുള്ള ഡോക്ടർ ബിനോയിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. തൃശ്ശൂരിൽ നിന്നുള്ളൊരു സംഘം, വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘവുമൊക്കെ സ്ഥലത്തെത്തുകയും ആനയെ നിരീക്ഷിക്കുകയും ചെയ്തു. അപ്പോഴാണ് ആനയുടെ നിർജ്ജലീകരണമാണോ ഈ ഒരു സാഹചര്യത്തിലേക്ക്, ഈ അവശതയിലേക്ക് പോയതെന്നൊരു സംശയമാണ് ഈ ആദ്യഘട്ടത്തിലുള്ള നിരീക്ഷണത്തിൽ മനസ്സിലായത്. കാരണം നല്ല ചൂടാണ്. ആനയ്ക്ക് വേണ്ട വിധത്തിലുള്ള ആഹാരമോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളൊരു നിരീക്ഷണമാണ് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പിന്നീട് ഈ ആനയെ ചാലക്കുടി പുഴയുടെ തീരത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് വിഫലമായി. ആനയ്ക്ക് ശർക്കര കൊടുത്തിരുന്നു, പക്ഷെ അത് ആന കഴിക്കാൻ കൂട്ടാക്കാതെ തിരിച്ചു കാടിലേക്ക് കയറുകയും ചെയ്തു. എന്തായാലും ഡോക്ടർ ബിനോയ് പറയുന്നത് പ്രാഥമികമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിൽ ആനയുടെ തുമ്പിക്കൈയുടെ ചലനത്തിലായാലും ചെവിയുടെ ചലനത്തിലായാലും അല്ലെങ്കിൽ നടത്തത്തിലായാലും മറ്റ് അസ്വാഭാവികതയൊന്നും തന്നെ ഇല്ല. അപ്പൊ പ്രഥമ ദൃഷ്ട്യാ പുറമെ യാതൊരു വിധത്തിലുള്ളൊരു പ്രശ്നവുമില്ല. ഉള്ളിലാണോ, ശരീരത്തിനുള്ളിലാണോ കൃത്യമായിട്ടുള്ളൊരു വെള്ളം കിട്ടാത്തതോ അല്ലെങ്കിൽ ആഹാരം കിട്ടാത്തതോ ആയിട്ടുള്ള കാരണം കൊണ്ടാണോ ആനയ്ക്ക് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായതെന്നുള്ളതാണ് ഇനി പരിശോധിക്കേണ്ടത്. അതിന് ആനയെ കൂടുതൽ അടുത്തേക്ക് കിട്ടേണ്ട സാഹചര്യമുണ്ട്. പക്ഷേ കാട്ടാനയാണ്. ഇത് ഉപദ്രവകാരി അല്ലെങ്കിൽ കൂടിയും നമുക്ക് ആനയുടെ അടുത്തേക്ക് പോവുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ആന കാട് കയറിയിരിക്കുകയാണ്. പക്ഷേ സംഘം ഇപ്പോഴും അതിരപ്പള്ളിയിൽ തന്നെ ആ എസ്റ്റേറ്റിന് സമീപത്തുണ്ട്. ഇനി ആന പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ കൂടുതൽ അടുത്തേക്ക് ചെന്ന് നിരീക്ഷിക്കാനുമുള്ള ഒരു സാഹചര്യത്തിലേക്ക് അവർ കടക്കുകയാണ്. ആന എന്തായാലും വെള്ളം കുടിക്കാത്തതായിരിക്കും ഇത്തരത്തിലുള്ളൊരു അവശനിലയിൽ കാണപ്പെട്ടതിനുള്ളൊരു കാരണമെന്നാണ് ഡോക്ടറിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. നാട്ടുകാരെല്ലാവരും പറയുന്നുണ്ട് ഇത് സ്ഥിരമായി എത്തുന്ന ആനയാണ്, അത് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും ഉണ്ടാക്കില്ല, ആളുകൾക്കൊന്നും ശല്യം ചെയ്യാത്തൊരു ആന കൂടിയാണ്. സ്ഥിരമായി ആ ചാലക്കുടി പുഴയിൽ നിന്നും വെള്ളം കുടിച്ച് തിരിച്ച് കാട്ടിലേക്ക് കയറുന്ന ഒരു ആന കൂടിയാണ്. സഞ്ചാരികളൊക്കെ അവിടെ വരുമ്പോൾ പോലും ആന അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളൊന്നും മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. ആനയ്ക്ക് വെള്ളം കൊടുക്കുന്ന കാര്യം, ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ വലിയ വനവകുപ്പിനെ സംബന്ധിച്ച് വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. അതിനിടെ ആന കാട്ടിലേക്ക് തിരികെ പോയതൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ? ആനയുടെ ആരോഗ്യനില വഷളാകാനുള്ള സാധ്യതയുണ്ടോ? അതോ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ആനയ്ക്ക് വെള്ളം കൊടുക്കാനുൾപ്പെടെയുള്ള നടപടികൾ എങ്ങനെയാണ് വനവകുപ്പ് ആലോചിക്കുന്നത്? ടോം, നിരീക്ഷണം ഏത് വിധത്തിലാണെന്ന് ചോദിച്ചാൽ, അതായത് ഈ ആന കാടിനുള്ളിൽ കയറിയെങ്കിലും ഈ അതിരപ്പള്ളി എസ്റ്റേറ്റിന്റെ സമീപ പ്രദേശങ്ങളിൽ തന്നെയാണ് കറങ്ങി നടക്കുന്നത്, ഉൾക്കാട്ടിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെ നിരീക്ഷിക്കാനുള്ള ഒരു സംഘവും ആനയുടെ പുറകെയുണ്ട്. എങ്കിൽ പോലും ഒരു കാട്ടാനയാണ്, അത് ഏത് വിധത്തിലാണ് ആക്രമിക്കുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു സേഫ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആനയെ നിരീക്ഷിക്കുന്നത്. 2018 ഈ ആനയ്ക്ക് ഇതേപോലുള്ളൊരു അവശത ഉണ്ടായിരുന്നു. അന്ന് ചികിത്സിച്ചത് ഇതിന്റെ ഫലത്തിൽ, ഇതിൽ കഴിക്കുന്ന ആഹാരത്തിൽ മരുന്ന് വെച്ചിട്ടാണ് ഇതിന്റെ അടുത്തേക്ക് ഈ ഇട്ടുകൊടുത്തത്, ഈ മരുന്ന് ഇട്ടുകൊടുത്തത്, ആഹാരം ഇട്ടുകൊടുത്തത്. അതേ രീതി അവലംബിക്കാൻ തന്നെയായിരുന്നു ഇപ്രാവശ്യം ശ്രമിച്ചത്. പക്ഷേ അതിന് മുന്നോടിയായി, മരുന്ന് കൊടുക്കുന്നതിന് മുന്നോടിയായി ശർക്കര ഇട്ടുകൊടുത്തു. പക്ഷെ അത് ആന കഴിക്കാതെയാണ് പോയത്. എങ്കിൽ പോലും ഉൾവനത്തിലേക്ക് കടക്കാതെ ഈ അതിരപ്പള്ളി എസ്റ്റേറ്റിന്റെ സമീപ പ്രദേശത്തുള്ള കാടുകളിൽ തന്നെയാണ് ആന ഇപ്പോഴും ഉള്ളത്. ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ആന ഇവരുടെ കൺമുന്നിൽ, അതായത് കൺമുന്നിൽ നിന്നും അപ്രത്യക്ഷമായിട്ടില്ല, ആ സ്ഥലത്തേക്ക് തന്നെ ഇത് കറങ്ങി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു നിരീക്ഷണം സംഘത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അതോടൊപ്പം ഇത് സ്ഥിരമായി വൈകുന്നേരങ്ങളിൽ വെള്ളം കുടിക്കാൻ
ചാലക്കുടി പുഴയിലേക്ക് പോകുകയും ചെയ്യുന്നുണ്ട്. അത് സ്ഥിരമായിട്ടുള്ള കാഴ്ചയാണ്. അതോടൊപ്പം തന്നെ ഈ എസ്റ്റേറ്റിനുള്ളിലേക്ക് തന്നെ ഇത് കറങ്ങി നടക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് ദൂരെ എങ്ങും പോകത്തില്ല. വീണ്ടും വൈകുന്നേരം ഈ പുഴയിലേക്കോ അല്ലെങ്കിൽ ആഹാരം തേടിയൊക്കെ ഇവർ നിൽക്കുന്നിടത്തേക്ക് വന്നാൽ ആ രീതിയിൽ ആഹാരത്തിൽ മരുന്ന് വെച്ച് കൊടുക്കാനുള്ളൊരു നീക്കമാണ് ഡോക്ടറുടെ ഭാഗത്ത് നിന്നും നടക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്ന ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണ്. വയനാട് മീനങ്ങാടിയിൽ ഭീതി പടർത്തിയ കടുവ ഒടുവിൽ കൂട്ടിലായി. ഇന്നലെ രാത്രി 9:30യോടെയാണ് പാമ്പുംകൊല്ലി കാവുങ്കൽ കുര്യന്റെ വീടിന് സമീപം വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം മൈലമ്പാടി അമ്പാട് പ്രദേശങ്ങളിൽ നിന്നും 3 വളർത്തുമൃഗങ്ങളെ കടുവ കൊന്നിരുന്നു. ഇതോടെ മേഖലയിൽ കൂട് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നടത്തിയ പ്രതിഷേധത്തിനൊടുവിലായിരുന്നു വനംവകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത്. വിശദാംശങ്ങളുമായി ജിൻസ് തോട്ടുകര ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി ജിൻസ്, കഴിഞ്ഞ ദിവസങ്ങളിൽ വളർത്ത് മൃഗങ്ങൾക്ക് നേരെ ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിരുന്നു. ഈ കടുവ തന്നെയാണോ നേരത്തെ ഒരു വീട്ടമ്മയ്ക്ക് നേരെ ചാടി അതിനാക്രമിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടായത്? ഈ കടുവ തന്നെയാണോ? വലിയ രീതിയിലുള്ള ഭീതി പരത്തിയ ഈ കടുവ പിടിയിലായത് വലിയ രീതിയിൽ തന്നെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇനി എന്തായിരിക്കും വനംവകുപ്പിന്റെ അടുത്ത നീക്കം? വലിയ ആശ്വാസകരമായ ഒരു വാർത്തയാണ് നിലവിൽ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. മീനങ്ങാടിയിൽ കഴിഞ്ഞ 10 ദിവസത്തോളമായി ഭീതി പടർത്തിയ കടുവയാണ് ഒടുവിൽ വനംവകുപ്പിന് കൂട്ടിലായത്. ഇന്നലെ രാത്രി 9:30യോടെയാണ് സംഭവം. ഈ പാമ്പുംകൊല്ലി കവുങ്ങൽ കുര്യന്റെ വീടിന് സമീപത്ത് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലായിരുന്നു ഈ കടുവ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം ഈ മൈലമ്പാടി അപ്പാട് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ 3 വളർത്തുമൃഗങ്ങളെയാണ് ഈ കടുവ കൊന്നിരുന്നത്. ഇതിനുശേഷം ഈ മേഖലയിൽ കൂട് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. റോഡ് ഉപരോധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ജനങ്ങൾ കടന്നോടെയായിരുന്നു വനംവകുപ്പ് ഈ കൂട് സ്ഥാപിച്ചത്. എന്തായാലും ഈ പിടിയിലായ കടുവയെ ബത്തേരി ഉപ്പാടി പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പുല്ലുമല അതുപോലെ തന്നെ മൈലമ്പാടി അപ്പാട് ഭാഗങ്ങളിലുള്ള ജനവാസ മേഖലയിലാണ് കുറച്ചു ദിവസമായി ഈ കടുവ വലിയ രീതിയിൽ ഭീതി സൃഷ്ടിച്ചിരുന്നത്. 2 ഇടങ്ങളിലായിരുന്നു 3 വളർത്തുമൃഗങ്ങളെ ഇത് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷം നാട്ടുകാർ പ്രതിഷേധത്തിലാവുകയായിരുന്നു. പിന്നീട് ഈ റോഡ് ഉപരോധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നോടുകൂടിയായിരുന്നു ഈ വനംവകുപ്പ് കൂട് സ്ഥാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. ആദ്യം ഈ പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചിരുന്നു. പിന്നീട് ഈ ക്യാമറയിൽ നിന്നും ഈ കടുവ ഈ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്നതടക്കം ട്രാപ്പ് ചെയ്യുകയും പിന്നീട് കൂട് വെക്കുകയുമായിരുന്നു. എന്തായാലും ഈ കൂട്ടിലകപ്പെട്ട കടുവയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. WYS-07 എന്ന് പറയുന്ന കടുവയാണ് കൂട്ടിലായിട്ടുള്ളത്. ഏകദേശം ഇതിന് 7 വയസ്സ് പ്രായമുള്ള പെൺകടുവയാണ് ഈ കൂട്ടിലായിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറുടെ വിശദമായ ഒരു പരിശോധന നടത്തും. ഇതിന്റെ ആരോഗ്യസ്ഥിതി മറ്റും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ ഈ കടുവയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. ടോം, ജിൻസ്, ഈ പ്രദേശത്ത് വയനാട് മീനങ്ങാടി ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് നാട്ടുകാർക്ക് ഭീതി പരത്തിയത് ഈ ഒരൊറ്റ കടുവ മാത്രമായിരുന്നോ? അതോ ഇനിയും കൂടുതൽ വന്യജീവി ആക്രമണം വലിയ രൂക്ഷമായിട്ടുള്ള സ്ഥലമാണ്. കടുവയുടെയും ആനയുടെയും ഒക്കെ ആക്രമണത്തിൽ നിരവധി മനുഷ്യജീവനുകൾ പൊലിഞ്ഞൊരു സ്ഥലം കൂടിയാണ് വയനാട്. ഈ ഒരൊറ്റ കടുവ പിടിയിലായതുകൊണ്ട് മാത്രം പ്രശ്നത്തിന് പരിഹാരമാകുമോ? കൂടുതൽ നടപടികൾ വനംവകുപ്പ് ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ ഊർജിതമാക്കണമെന്നുള്ള ആവശ്യമാണ് നിലവിൽ ജനങ്ങൾ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ഒരു 3-4 മാസത്തിനിടെ 4ഓളം ആളുകളാണ് ഈ ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഇരയായിട്ടുണ്ടായിരുന്നത്. മീനങ്ങാടിയിലടക്കം കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ഈ ആടുകളെയും വളർത്തുമൃഗങ്ങളെയും കൊന്ന കടുവയെ പിന്നീട് വനംവകുപ്പ് കൂടുവെച്ച് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആളുകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ട്. സ്വത്തിനും സംരക്ഷണത്തിനും ജീവൻ നൽകണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനങ്ങൾ ഈ തെരുവിലേക്ക് ഇറങ്ങുന്നത്. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം കർഷകരാണ്, ചെറുകിട കർഷകരാണ്, തൊഴിലാളികളാണ്. അതുകൊണ്ട് തന്നെ ഈ രാവിലെ പുറത്തിറങ്ങുന്നതിനോ മറ്റും കാര്യങ്ങൾക്ക് സ്വൈര്യ ജീവിതങ്ങൾ നടക്കാനാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പ്രദേശത്ത് വീണ്ടും ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ മീനങ്ങാടിയിൽ മുൻപും ഇത്തരത്തിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി
വളർത്തുമൃഗങ്ങൾ 10-30ഓളം വളർത്തുമൃഗങ്ങൾ കടുവയുടെ ആക്രമണത്തിനിരയായിരുന്നു. ഇത്തരത്തിൽ തുടർച്ചയായുള്ള ആക്രമണം വരുമ്പോഴായിരുന്നു പിന്നീട് ജനങ്ങളുടെ രോഷം അണമുട്ടുന്നത്. ഇതോടുകൂടെ വീണ്ടും വനംവകുപ്പ് ഈ പ്രദേശങ്ങളിലെല്ലാം കൂട് സ്ഥാപിക്കുകയും പിന്നീട് ഇതിനെ പിടികൂടുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥിരമായിട്ടുള്ള ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളെ സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള കാപ്പിത്തോട്ടങ്ങൾ നടക്കുന്നുണ്ട്. വ്യക്തമാണ്. ജിൻസ് തോട്ടുംകരയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഇടുക്കിയിൽ നിന്നും വയനാട്ടിൽ നിന്നും വന്നത്. നിരവധി മനുഷ്യജീവനുകൾക്ക് ഭീഷണിയായിരുന്ന വളർത്ത് മൃഗങ്ങളെ ആക്രമിച്ചിരുന്ന കാട്ടാനയെ കൂട്ടിലാക്കാൻ കഴിഞ്ഞത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോഴും വയനാട്ടിലും ഇടുക്കി ഉൾപ്പെടുന്ന മലയോര ജില്ലകളിൽ നാട്ടുകാരുടെ സ്വൈര്യജീവിതം തകർക്കുന്ന രീതിയിലാണ് വന്യജീവി ആക്രമണം നടക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് നഷ്ടപരിഹാര തുക നൽകുന്നില്ല, കൃത്യമായൊരു മാനദണ്ഡം ഇക്കാര്യത്തിലില്ല എന്നൊരു വലിയ ആക്ഷേപമുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു റിപ്പോർട്ടിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. ഇടുക്കി ചിന്നക്കനാൽ പന്നിയാര് സ്വദേശി പരിമളം കാട്ടാനാക്രമണത്തിൽ മരിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ടും സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭ്യമായിട്ടില്ല. 10 ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും ആകെ ലഭിച്ചത് 50,000 രൂപ മാത്രമാണ്. സഹായധന വിതരണത്തിലടക്കം സർക്കാർ നിസ്സംഗത പുലർത്തുന്നുവെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ 2 മാസത്തിനിടെ 5 ജീവനുകളാണ് ഇടുക്കിയിൽ കാട്ടാനാക്രമണത്തിൽ പൊലിഞ്ഞത്. കഴിഞ്ഞ ജനുവരി 8-നാണ് തേയിലത്തോട്ടത്തിൽ ജോലിക്ക് പോകുന്നതിനിടെ പരിമളത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ഞങ്ങൾ രണ്ടുപേർ വണ്ടി രാവിലെ ജോലിക്ക് പോയതാ. ജോലിക്ക് പോകുമ്പോൾ ജോലിച്ച് നോക്കി പോകണോ ആണങ്ങോട്ട് ഇക്കൊണ്ട് ജോലിച്ച് നോക്കി പോകണം. ഞാൻ അങ്ങോട്ട് പോയതാ. 8:15 ഒരേ ആന ഒരേ കൂച്ചലാണ്. കൂച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ പുറത്തിറങ്ങി വന്ന പിന്നെ എനിക്കറിയത്തില്ല. പിന്നെ അവിടം വരെ എത്തി പോകുമ്പോഴാണ് അവർ എൻ്റെ ഭാര്യ എടുത്തുകൊണ്ട് വരുന്നത്. എടുത്ത് വണ്ടി കയറ്റി കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയി അവിടെ കൊണ്ട് രാജന്മാരി കൊണ്ടുപോയിട്ട് പിന്നെ ഇങ്ങോട്ട് ഇവിടെ വെട്ട് അടുത്ത് പോകുമ്പോൾ അങ്ങനെ അവസാനിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പരിമളത്തെ തേനി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണത്തെ തുടർന്ന് മേഖലയിൽ വലിയ പ്രതിഷേധമുയർന്നു. ഇതോടെ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. അടിയന്തര സഹായമായി 50,000 രൂപയും വീട്ടിലെത്തിച്ചു നൽകി. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല. പൈസ ഒന്നും കിട്ടിയിട്ടില്ല സാറേ. 50,000 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി പൈസ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു കിട്ടിക്കട്ടെ, ചെറിയ പൈസ ഇട്ടിരിക്കുക അക്കൗണ്ടിൽ. പൈസ ഗവൺമെൻറ് ആക്കി പിന്നെ നിങ്ങൾ അക്കൗണ്ട് കയറും പുള്ളി പറയുന്നത് അങ്ങനെയാണ്. ഇനിമാർ ജോലിക്ക് ഒന്നും പറഞ്ഞിട്ടില്ല, മോൾക്ക് ജോലിക്കൊന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രമേ ഉള്ളൂ. പിന്നെ കമ്പനിയുടെ ഭാഗം അന്ന് നമ്മൾ കമ്പനി തീർത്താൽ അങ്ങനെ ജോലി പുള്ളി മോൾക്ക് ജോലി തരും. മകന് വനംവകുപ്പിൽ താൽക്കാലിക വാച്ചറായി ജോലി വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഇതിനായുള്ള നടപടികളും ആരംഭിച്ചിട്ടില്ല. നഴ്സിംഗ് വിദ്യാർത്ഥിയായ മകൾക്ക് പഠനശേഷം ജോലി നൽകാമെന്ന് കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഞാൻ മലേഷ്യയിലെ ജോലിയാണ്. എൻ്റെ ജോലി വണ്ടി ഓടിക്കാണ് ജോലി. ഞാൻ അവിടെ പണിപുരിഞ്ഞിട്ട് അമ്മ മരിച്ചുപോയി. എനിക്കറിയത്തില്ല. രാവിലെ ഒരു 11 o'clock അപ്പുറത്തെല്ലാം എനിക്കറിയാം. പൈസ ഒന്നുമില്ല. വിസ കിട്ടിയാൻ പാടില്ല. വിസ കിട്ടിയാണെങ്കിൽ 20 നാൾക്ക് 25 നാൾക്ക് പിടിക്കും. അമ്മ നോക്കിയാൻ പാടില്ല. ഇവിടെ ഫാറസ്റ്റിലെ വേല കിട്ടിയെന്ന് പറഞ്ഞത് പിന്നെ ഒരു ആൻസറും ചെയ്തിട്ടില്ല. എസ്റ്റേറ്റ് ലയത്തിലെ ഇടുങ്ങിയ സാഹചര്യങ്ങളിലാണ് പ്രായമായ അമ്മയും മക്കളും ഉൾപ്പെടെ 4 പേർ കഴിയുന്നത്. സ്വന്തമായി ഇവർക്ക് ഭൂമിയില്ല. മോഹനന്റെ ഏക വരുമാനത്തിലാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത്. അർഹതപ്പെട്ട നഷ്ടപരിഹാരം പോലും ഈ കുടുംബത്തിന്റെ കൈകളിലേക്ക് എത്തുന്നില്ലെന്നതാണ് ഉയരുന്ന ആക്ഷേപം. ന്യൂസ് 18 ഇടുക്കി. ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ എക്സിറ്റ് പോൾ ഫലം ഇന്ന്. ജനമനസ്സിൽ എന്ത്? ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ ഫലം ഇന്ന് പുറത്തുവിടും. വൈകിട്ട് 6 മുതൽ 10 വരെയാണ് ഒപ്പീനിയൻ പോൾ ഫലങ്ങൾ ഇന്നും നാളെയുമായി ന്യൂസ് 18 ചാനലിലൂടെ പുറത്തുവിടുക. 21 സംസ്ഥാനങ്ങളിലായി 1 ലക്ഷത്തിലേറെ പേരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സമാഹരിച്ചാണ് സർവേ ഫലം തയ്യാറാക്കിയിരിക്കുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒപ്പീനിയൻ പോൾ ആണ് ന്യൂസ് 18-ന്റേത്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ അഭിപ്രായ വോട്ടെടുപ്പ് ഫലം ഇന്നറിയാം. നാളെ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളിലൂടെയും മൊത്തത്തിലുമുള്ള ഫലമായിരിക്കും പുറത്തുവിടുക. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്ത്യ മുന്നണി എന്ത് ചലനമുണ്ടാക്കും? 1 ലക്ഷത്തിലേറെ പേർ പങ്കെടുത്ത ഏറ്റവും വലിയ അഭിപ്രായ സർവേ ന്യൂസ് 18 മെഗാ ഒപ്പീനിയൻ പോൾ
വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെ. ന്യൂസ് 18 ചാനലിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും മാത്രം. News 18 Mega Opinion Poll, co-presented by Rajakumari Gold and Diamonds. Rajakumari Gold and Diamonds, the trust of Travancore. അമൃത് വേണി ഹെയർ എലിക്സിർ സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. Co-powered by NITC. ജനനന്മയ്ക്കായി ജനകീയ സ്ഥാപനം NITC, ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇങ്ങനെ